ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചുമൊക്കെ മോദി വാചാലനായി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഭരിച്ച 2 കാലയളവിലും പ്രതിപക്ഷ നേതാക്കളെ അടക്കം ജയിലടയ്ക്കാനും മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലടയ്ക്കാനും നിങ്ങൾ മുതിരുകയായിരുന്നു. വിചാരണ കൂടാതെ എത്രത്തോളം മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്? ഈ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അല്ല, നിങ്ങൾ തന്നെ ചോദ്യവും നിങ്ങൾ തന്നെ ഉത്തരവും പറഞ്ഞ എന്റെ മറുപടിക്ക് ഒരു പ്രസക്തിയില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് കുറെ ആവേശം ഉണ്ടാവും. കാരണം അവര് പ്രചരിപ്പിച്ച കുറെ കള്ളനുണകൾ ഒരു ശതമാനമെങ്കിലും ആളുകളുടെ ഇടയിൽ കുറെ സ്വാധീനം ഉണ്ടായി. ഭരണഘടനയെ മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംവരണം എടുത്തു കളയാൻ പോകുന്നു എന്നുള്ളൊരു പ്രചരണം, വെറും കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കാര്യമായി നേരിടാൻ കഴിഞ്ഞില്ല. 217 സീറ്റിലാണ് ഞങ്ങളും കോൺഗ്രസും കൂടി നേരിട്ട് മത്സരം ഉണ്ടായത്. ആ 217 സീറ്റുകളിൽ 153 സീറ്റിലും ഞങ്ങൾ ആണ് ജയിച്ചത്. 70-75% ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു പ്രചരണമൊന്നും വേണ്ട. ആകെ നമുക്കറിയാം എങ്ങനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും ഇപ്പോൾ പാർലമെന്റിലുള്ളത്. പിന്നെ കുറെ സ്വപ്നം കാണുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. നാളെ മോഡി രാജിവെക്കും, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഇവിടെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ സ്വപ്നം കാണുന്നതിൽ ഒരു ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല എന്ന കാര്യമെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അല്ലല്ലോ. അവരെന്താ ഇന്ത്യ മുന്നണി പറഞ്ഞത്, പ്രചരിപ്പിച്ചത് എന്താ സ്മൃതി? മോഡിയെ താഴെ ഇറക്കും. അതിനല്ലേ നേരത്തെ അസ്കർ പറഞ്ഞത്? നിങ്ങൾ എന്താണ് പ്രചരിപ്പിച്ചത്? എന്തായാലും നിങ്ങൾ വിജയിച്ചു, പക്ഷേ നിങ്ങൾ പ്രചരിപ്പിച്ചതിലേക്ക് എത്തിയോ? അല്ല, അല്ല, ഞങ്ങളുടെ പ്രചരണം മാത്രമല്ലല്ലോ. ഇന്ത്യയില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണം, 400 സീറ്റ് NDAക്ക് കിട്ടണം എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റാണ്. അതനുസരിച്ച് ഞങ്ങൾ പ്രചരിപ്പിച്ച് തന്നെയാണ് പ്രചരണം നടത്തിയത്. 50 കടക്കില്ല എന്നല്ലേ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? ഇന്ത്യ മുന്നണി പറഞ്ഞ എന്താ? 50 കടക്കില്ല എന്നല്ലേ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്? ഇന്ത്യ മുന്നണി പറഞ്ഞ എന്താ? അല്ല, ആയിക്കോട്ടെ, ഇന്ത്യ മുന്നണി പറഞ്ഞത് സ്മൃതി ഒന്ന് പറഞ്ഞേ. മോഡിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായി പരസ്പരം മത്സരിക്കുന്ന സംഘടനകളെല്ലാം കൂടി, രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയത്. ഇനിയും സാധ്യതകളുണ്ട് എന്ന് ഇന്ത്യ മുന്നണി കരുതുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, രാഹുലിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നില്ലേ? അല്ല, അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ NDA മുന്നണിക്കകത്തുള്ള ഒരാളിനെ പിളർത്തിയെടുത്ത് മറുവശത്ത് കൊണ്ടുപോയാൽ ജനാധിപത്യത്തിന്റെ പുഷ്കലകാലം അല്ലെങ്കിൽ ജനാധിപത്യം വിടർന്നു എന്ന് നിങ്ങളൊക്കെ പറയും. അതേസമയം IND മുന്നണിയിലുള്ള ആരെങ്കിലും NDAക്ക് പിന്തുണ പറഞ്ഞാൽ അത് കൂറുമാറ്റം, താമര എന്ന് പറയുമല്ലോ, നമ്മുടെ ഒരു താമരയിലേക്ക് ആളിനെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തും. ഇത് സ്വാഭാവികമാണ്. ഈ നിരാശയുള്ള ആളുകൾ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ അതിലേക്കൊന്നും വഹിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഭരണഘടനയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടും കാണിച്ച ഒരു ക്രൂരതകളുണ്ടല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നത്. അതിനെന്താണ് മറുപടി? ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് നമ്മള് ചരിത്രത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങള്, ഇപ്പോഴുള്ള കാര്യങ്ങള്, ഭാവിയിലെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോഴൊന്നും വിഷമിക്കാതിരിക്കുക. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എത്ര വേണോ പറഞ്ഞോ, ഞങ്ങൾ ധൈര്യമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്, അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഒരു അല്പ സഹിഷ്ണുത കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് പറയാനുള്ളത് പറയട്ടെ. ഇത് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ഈ ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തോടും കാണിച്ചിട്ടുള്ള ക്രൂരതകളുണ്ടല്ലോ, അതിന് ഈ 365 ദിവസവും ഈ ഭരണഘടന എടുത്ത് തലയെ വെച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഇരുന്നാലേ അത് പ്രായശ്ചിത്തമാവുകയുള്ളൂ. അത് യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ ഒരിക്കലും ഈ ജനാധിപത്യത്തെ ഇത്രമാത്രം ക്രൂശിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളെ അവർ കൂച്ചുവില കിട്ടാ ഇന്ത്യൻ ഭരണഘടനയെ, ജുഡീഷ്യറിയെ എല്ലാം തച്ചു തകർത്ത, ഭരണഘടനാ സ്ഥാപനങ്ങളെ തച്ചു തകർത്ത ഒരു സാഹചര്യം ഇന്നലെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് പോലെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അതിന്റെ വാർഷികമാണല്ലോ ആഘോഷിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിന്റെ കോറം വേണ്ട എന്ന് തീരുമാനിച്ചത് ആരാണ്? പാർലമെന്റിലെ നിയമസഭകൾക്ക് കോറം വേണ്ട, 10% വേണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള നിയമം. അത് വേണ്ട. ഞാനും എന്റെ വീട്ടിലുള്ള ആളുകൾ കൂടി ഒരുമിച്ചിരുന്നാൽ പാർലമെന്റ് കൂടിയതായി കണക്കാക്കുമെന്ന് ഇന്ത്യയിൽ നിയമം പാസാക്കിയതാരാ?
പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഭരണഘടന അമെന്റ് ചെയ്യാം എന്ന് നിയമം ഉണ്ടാക്കിയത് ആരാ? BJP-യോ നരേന്ദ്രമോദിയാണോ? എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇന്ത്യയുടെ ഭരണഘടന മാറ്റം വരുത്താം എന്ന് ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കിയത്, അതിനുവേണ്ടി ബില്ല് പാസാക്കിയത് ആരാണ്? NDA ആണോ? അത് നരേന്ദ്രമോദിയാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി വെറും 5 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് പാർലമെന്റില് ലോകസഭയിൽ ഒരു ബില്ല് പാസ്സാക്കുന്നു, അത് കഴിഞ്ഞ് രാജ്യസഭയിൽ പാസ്സാക്കുന്നു, അത് കഴിഞ്ഞ് 17 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് പാസ്സാക്കുന്നു. ഞായറാഴ്ച പ്രസിഡന്റിനെ കൊണ്ട് അടുത്ത ദിവസം അത് അസന്റ് കൊടുത്ത് ഒപ്പിടിയിക്കുന്നു. ഞായറാഴ്ച ആയിട്ട് നമ്മുടെ പാർലമെന്റിന്റെ ഓഫീസ് തുറന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. ഇതാരാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ നേതാക്കന്മാരെ ജയപ്രകാശ് നാരായണ ഉൾപ്പെടെ, വിജയരാജ സിന്ധ്യ ഉൾപ്പെടെ, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ, LK അദ്വാനി ഉൾപ്പെടെ, ആചാര്യ കൃപാലിനി ഉൾപ്പെടെ, ശരൺ സിംഗ് ഉൾപ്പെടെ, അടിയന്തരാവസ്ഥയെ ഇപ്പോൾ ആരും ന്യായീകരിക്കുന്നില്ല. അതൊരു തെറ്റായിരുന്നെന്നും അതൊരു പിഴവായിരുന്നെന്നും സമ്മതിക്കുന്ന ഒരു കാലത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഏതൊക്കെ പിഴവുകൾ സമ്മതിക്കുന്നിടത്താണ് വ്യത്യാസം വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരെ വിചാരണ കൂടാതെ ജയിലടച്ച സംഭവം ഉണ്ടാകുമ്പോൾ, മാധ്യമ പ്രവർത്തകരെ അടക്കം ജയിലടച്ച സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ സുപ്രീം കോടതി അതിശക്തമായ വിമർശനങ്ങളോടെ പ്രതികരിക്കുകയും മാധ്യമപ്രവർത്തകരെ പുറത്തിറക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലടയ്ക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയാനാവുക എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? അല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിങ്ങൾ കേരളത്തിലേക്ക് ഒന്ന് വന്ന് നോക്കും. നിങ്ങളുടെ സഹപ്രവർത്തകർ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? എത്ര പേരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ടായിരുന്നു? എത്ര സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? എത്ര ആളുകളെ ക്യാമറയും മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുത്തോണ്ട് പോയിരിക്കുകയായിരുന്നു? എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ല താരതമ്യപ്പെടുത്തുന്നത്. ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഓരോ ഇഷ്യൂവിന് വരുമ്പോഴും അതിനെല്ലാം മുഴുവൻ പത്രപ്രവർത്തകരെ എല്ലാവരും അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല. അറസ്റ്റ് ചെയ്തതിൽ കാരണം ഉണ്ടാവും. ഞങ്ങളെ CPM-ന്റെ ഏത് ദേശീയ നേതാവിനെയാണ് പിടിച്ചകത്തിട്ടത്? പറയണം. കോൺഗ്രസിന്റെ ഏത് ദേശീയ നേതാവിനെയാണ് അകത്തിട്ടത്? ഞങ്ങൾ വരുന്നതിന് മുമ്പേ 2014 മുമ്പേ ഉള്ള കേസില് 2014 മുൻപേ ഉള്ള കേസുകൾ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ചോദ്യം ചെയ്യേണ്ടി വരുമ്പോ ചോദ്യം ചെയ്യും. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തിട്ടില്ലേ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്? അമിത്ഷായെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? UPA ഗവൺമെന്റ് അല്ല, ഏത് കേസ് ഇപ്പൊ എന്തായി? അല്ല, ഏത് കേസെന്നല്ല ഞാൻ ചോദിച്ചത്. ഏത് കേസെന്നല്ല നിങ്ങൾ ന്യായീകരിക്കേണ്ടത്. പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യും. അതിലൊന്നും യാതൊരു സംശയമില്ല. ഞാൻ ചോദിച്ച ഇത്രയും ആളുകളെ, ആചാര്യ കൃപാലിനി, ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, LK അദ്വാനി, വാജ്പേയി തുടങ്ങിയ, വിജയരാജ് സിന്ധ്യ തുടങ്ങിയ ആളുകളെ എത്ര മാസമാണ് ജയിലിലിട്ടിരുന്നത്? നിങ്ങളൊന്ന് പറയൂ. അപ്പൊ ഈ അടിയന്തരാവസ്ഥ ഇത്രമാത്രം ഭരണഘടനയും ജനാധിപത്യത്തെയും അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോദി അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത്. പാർലമെന്റിൽ പക്ഷേ ഇനി മുന്നോട്ട് വയ്ക്കാൻ പ്രതിപക്ഷത്തിന് അതിശക്തമായ വിഷയങ്ങളുണ്ട്. നെറ്റ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഓഹരി വിപണിയിലുണ്ടായ ചാഞ്ചാട്ടത്തെക്കുറിച്ചുള്ള വിഷയം ഉന്നയിക്കാനിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അവതരിപ്പിക്കാൻ പുറത്താക്കാതെ, പ്രതിപക്ഷ നേതാക്കളെ പുറത്താക്കാതെ തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യമാണ്. JR പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ഇത്ര പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നത്. അല്ല, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തനം പാർലമെന്റിനകത്ത് നടത്തിയാൽ പുറത്താക്കേണ്ടി വരും. അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ കഴിയും, വിമതസ്വരം ഉയർത്താൻ കഴിയും. അങ്ങനെ ഉയർത്തുന്നവരെ മുഴുവൻ പുറത്താക്കുകയല്ല. ശ്രീ മോഹൻ വർഗീസിനോടാണ് ചോദ്യം. ശ്രീ മോഹൻ വർഗീസ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.